ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വരികയാണ്. അത് സമർപ്പിക്കാനായി പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ SP ശശിധരനും SIT അംഗങ്ങളുമാണ് കോടതിയിൽ എത്തിയത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള അന്വേഷണത്തിലെ പുതിയ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. കോടതി നേരത്തെ അനുവദിച്ച 6 ആഴ്ച സമയം കഴിഞ്ഞുപോയതിനാൽ നടപടികൾ പൂർത്തീകരിക്കാൻ SIT കൂടുതൽ സമയം ആവശ്യപ്പെടും. ഇതിനിടെ കേസിലെ ക്രൈംബ്രാഞ്ച് FIR പകർപ്പുകൾ ആവശ്യപ്പെട്ടുള്ള ED ഹർജിയും ഇന്ന് ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ എത്തുകയാണ്. ബിന്നിലുണ്ട് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമായ ഒരു ദിവസം നമ്മളെല്ലാം കാത്തിരുന്നു, മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. SIT സംഘം എത്തിയിട്ടുണ്ട് കോടതിയിലെന്ന് മനസ്സിലാക്കുന്നു. വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, അല്പം മുമ്പാണ് SIT സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പുതിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. A പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഇങ്ങോട്ടുള്ള പുതിയ സംഭവവികാസങ്ങൾ, അന്വേഷണത്തിലെ പുതിയ കണ്ടെത്തലുകൾ, ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കണം ഈ കേസിന്റെ അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകേണ്ടത്, അക്കാര്യങ്ങളൊക്കെ തന്നെ ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഹൈക്കോടതിയും വേണ്ട നിർദ്ദേശങ്ങൾ SITക്ക് നൽകും. അതൊരു ഉത്തരവായി തന്നെ കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിലായിരിക്കും ഇപ്പോൾ സമർപ്പിക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണുള്ളത്, അതോടൊപ്പം തന്നെ കോടതി പുതിയതായി നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്നത് വ്യക്തമാകുകയുള്ളൂ. അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ SIT ഹാജരായി ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമാകില്ല. അതിനുശേഷം തുറന്ന കോടതിയിൽ ഇതിന്റെ ഉത്തരവ് പറയുമ്പോൾ മാത്രമാണ് അക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ആ വിവരങ്ങൾ കിട്ടുക. എന്തായാലും അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി SPS ശശിധരനും SIT അംഗങ്ങളും അല്പം മുമ്പ് ഹൈക്കോടതിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 6 ആഴ്ചക്കാലമാണ് നേരത്തെ ഹൈക്കോടതി ഈ കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കാൻ അനുവദിച്ചിരുന്നത്. ആ സമയപരിധിക്കകം ഈ അന്വേഷണം പൂർത്തിയാവില്ല എന്നത് ബോധ്യമായി കഴിഞ്ഞു. കാരണം ഇത് തുടക്കത്തിൽ ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസും വിചാരിച്ചതിനപ്പുറത്തേക്കാണ് ഈ കേസിന്റെ മാനങ്ങൾ പോകുന്നത്. കൂടുതൽ പ്രതികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ കേസ് കേരളത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കടക്കം അതിൻ്റെ അന്വേഷണം പോവുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ പത്മകുമാറിന് ശേഷം എങ്ങോട്ടേക്കാണ് ഈ അന്വേഷണം പോകാനിരിക്കുന്നത് എന്നതാണ് ഇനി അറിയാനുള്ളത്. അത് ഇന്ന് ഏകദേശം വ്യക്തമാകും. നേരത്തെ ഹൈക്കോടതി തന്നെയാണ് ഇതിൽ അഴിമതി നിരോധന കുറ്റം നിലനിൽക്കുമോ എന്നത് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെടുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അഴിമതി നിരോധന നിയമം അടക്കം ചുമത്തിക്കൊണ്ടുള്ള ഈ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോവുകയും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാകാനുള്ളത്, ഇനി ഈ അന്വേഷണം ആരിലേക്കാണ് പോകുന്നത്, ഏത് ദിശയിലേക്കാണ് പോകുന്നത്, ഇതിൽ അന്വേഷണത്തിൽ എന്തൊക്കെ പുതുതായി കണ്ടെത്തിയിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ തവണയാണ് കോടതി കട്ടിളപ്പാളിയിലേക്ക് കൂടി അന്വേഷണം, അതായത് നേരത്തെ കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും മാത്രമായിരുന്നു അന്വേഷണം. വാതിലിലേക്ക് അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു വിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടിയിലേക്കും കൂടി പോയി. ഇനി ശബരിമലയിൽ എന്തൊക്കെയാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ നടന്നിട്ടുള്ളത്, എത്രമാത്രം വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, പുതിയ കാര്യങ്ങളൊക്കെയാണ് ഇനി വ്യക്തമാകാനുള്ളത്. അതാണ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലൂടെ അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ 6 ആഴ്ചക്കാലം പൂർത്തിയായതുകൊണ്ട് അന്വേഷണ സംഘം ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ പോവുകയാണ്. ഏതാണ്ട് 4 ആഴ്ചയോളം സമയം ആവശ്യപ്പെടുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായും കോടതി അനുവദിക്കുകയും ചെയ്യും. കാരണം ഈ കേസിൻ്റെ പോക്ക് അങ്ങോട്ടാണ്. എളുപ്പത്തിൽ ഇത് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കേസല്ല. കാരണം കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലും കോടതിയുടെ തീരുമാനമുണ്ടാകും. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നതാണ് EDയുടെ പ്രാഥമികമായ കണ്ടെത്തൽ. ആ കണ്ടെത്തലുമായി അവർ നേരത്തെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു, കേസിലെ FIRും മറ്റ് രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ റാന്നി മജിസ്ട്രേറ്റ് കോടതി അവർക്ക് FIRന്റെ പകർപ്പുകൾ നൽകിയില്ല. അത് ചോദ്യം ചെയ്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയും ഇന്ന് ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലേക്ക് വരികയാണ്. ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനായി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ എത്തി. ഏറ്റവും ആദ്യ വിഷ്വലുകൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ഈ സ്വർണ്ണക്കൊള്ള രംഗത്ത് കൊണ്ടുവന്നു, വെളിച്ചത്ത് കൊണ്ടുവന്നത് മുതൽ മാതൃഭൂമി ന്യൂസ് ഇതിനു പിന്നാലെ തന്നെ ഉണ്ട്. എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് അന്ന് മുതൽ പങ്കുവച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ വിവിധ പ്രതിനിധികളുടെ എക്സ്ക്ലൂസീവ് വാർത്തകളടക്കം നിരവധി കാര്യങ്ങൾ വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏറ്റവും ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. അതുകൊണ്ട് തന്നെ മാതൃഭൂമിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. നിർണായകമായ ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇനി നിമിഷങ്ങൾ മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. ബിന്നിലാണ് വിശദ വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നത്. ബിന്നിൽ, ED കൂടി ഈ
FIR ആവശ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണത്തിലേക്കൊക്കെ ആയിരിക്കും ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് നടക്കുക? മറ്റൊന്ന്, വിദേശത്തും കണ്ണികളുണ്ടോ? ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണം വിദേശത്തേക്കാണോ പോയത്? വിദേശ പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ വിധേയമാകില്ലേ? മോത്തി, ഒരു കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള നിയമപരമായ അധികാരമുള്ളത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ്. അതുകൊണ്ടാണ് അവർ ഈ കേസിലെ അഴിമതി നിരോധന കുറ്റം ചുമത്തിയതോടുകൂടി അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഒഫൻസായി അത് മാറുകയാണ്. അതുകൊണ്ടാണ് അവർ PMLA പ്രകാരം ഈ കേസിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി കോടതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് പ്രാഥമികമായി അവർ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അവർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം, അതായത് ഈ പ്രതികൾ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകളുടെ ഉറവിടം എന്ത്, അതൊക്കെ അന്വേഷിക്കാൻ നിയമപരമായി കഴിയുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെയായിരിക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ നിശ്ചിതമായി സ്വർണ്ണ കൊള്ളയിൽ മാത്രമേ അവരുടെ അന്വേഷണം സാധ്യമാകുകയുള്ളൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വ്യാപ്തി എന്ന് പറയുന്നത് ആ പ്രതികളുടെ സ്വത്ത് അവർക്ക് മരവിപ്പിക്കാൻ കഴിയും, മറ്റ് തുടർ നടപടികളിലേക്ക് അവർക്ക് പോകാൻ കഴിയും, ഈ പണ ഇടപാടുകളുടെ ഉള്ളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയും, ആ പണം നൽകിയവരിലേക്ക്